മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ കുറേ അധികം സമയം ജനം TV-യിൽ ഭഗവത്ഗീതയുടെ സന്ദേശം വൈകുന്നേരം 6:50 മുതൽക്ക് 7 മണി വരെ കൊടുക്കുന്നത് റെക്കോർഡിംഗ് ആയിരുന്നു. ഒരു മാസത്തിൽ 2-3 പ്രാവശ്യം ജനം TV-ക്ക് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യാറുണ്ട്. ഓരോ പ്രാവശ്യവും ഈ ഭഗവത്ഗീതയുടെ സന്ദേശങ്ങൾ റെക്കോർഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഒരു അസാധാരണമായ ആത്മസംതൃപ്തി ഉണ്ടാവാറുണ്ട്. അതിന് പ്രധാന കാരണം നമ്മൾ എവിടെയെല്ലാം പോകുന്നുവോ, പ്രഭാഷണ വേദിയിലായാലും ആശുപത്രിയിലേക്ക് പോകുമ്പോഴായാലും വേറെ ഏതെങ്കിലും പ്രദേശത്ത് സംഘടനാപരമായിട്ടുള്ള കാര്യത്തിന് പോകുമ്പോഴും ഏതെങ്കിലും വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുമ്പോഴുമെല്ലാം ഈ ജനം TV-യിലെ ഭഗവത്ഗീത വിവരണത്തെക്കുറിച്ച് നമ്മൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതിനേക്കാളെല്ലാം ഉയർന്ന നിലവാരത്തിലുള്ള കമന്റുകൾ പറയാറുണ്ട്. അത് കേൾക്കുന്നവര് കുറെ അധികം വ്യക്തികൾ പറയാറുണ്ട്, അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കാറുണ്ടെന്ന്. ഇന്നലെ 65-70-75 വയസ്സായിട്ടുള്ള അമ്മമാര് പ്രഭാഷണ വേദിയിൽ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഭഗവത്ഗീത ഈ ജനം TV-യിൽ കൊടുക്കുന്ന മാതിരി കൊടുക്കുമ്പോൾ അത് കേട്ടതിന് ശേഷം മറ്റ് പലരുടെയും പ്രഭാഷണങ്ങൾ കേൾക്കാൻ വലിയ താല്പര്യമൊന്നും തോന്നണില്ല. ഞാനൊന്നും അതിന് മറുപടി പറഞ്ഞില്ല. അപ്പൊ യഥാർത്ഥത്തില് 21-ാം നൂറ്റാണ്ടില് ജീവിക്കുന്നവർക്ക് പറ്റിയ വിധത്തില് ഓരോ സന്ദേശവും വ്യാഖ്യാനിച്ച് ഉദാഹരണങ്ങൾ സഹിതം നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ജനതയും, അത് അക്കാഡമിക്കലി വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരും, വളരെ ചെറുപ്പക്കാരും വളരെ പ്രായമായവരും, സ്ത്രീകളും പുരുഷന്മാരും, എല്ലാ കർമ്മമണ്ഡലത്തിലിരിക്കുന്നവരും ഒരേപോലെ സ്വീകരിക്കുന്നു എന്നുള്ളത് ഭാരതീയ പൈതൃകത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു മഹത്വമാണ്. ഞാൻ പണ്ട് പറയുകയുണ്ടായി, ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ തറവാട്ടിലെ ബന്ധുക്കളെല്ലാം ഭഗവത്ഗീത പണ്ട് ഞാൻ വീട്ടിലിരുന്ന് ഓരോ വരിയും വ്യാഖ്യാനിച്ച് വിവരിച്ച് CD ആക്കി മാറ്റിയത്, അതിലെ ഓരോ അധ്യായം അവർ കേട്ട് രാത്രി ഒരുമിച്ചിരുന്ന് കേട്ട് ജീവിതത്തിൽ പകർത്തി ആസ്വദിക്കാറുണ്ട് എന്ന് മുഖ്യമന്ത്രിയുടെ അടുത്ത ബന്ധുവിനോട് എൻ്റെ വീട്ടിൽ വന്ന് പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ പറയുകയുണ്ടായി. ഏത് വിഭാഗം ജനതയ്ക്കും നമ്മുടെ പൈതൃകം സ്വീകരിക്കാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. KR ഗൗരിയമ്മ DYFI കാരുടെ മീറ്റിങ്ങിൽ ആലപ്പുഴയിൽ വെച്ച് പറഞ്ഞു അത്രേ, മക്കളെ നിങ്ങൾ ഭാഗവതവും ഭഗവത്ഗീതയും വായിക്കണമെന്ന്. ശരിക്ക് അങ്ങനെ 97 വയസ്സായിട്ടുള്ള രാഷ്ട്രീയ മണ്ഡലത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന യുവാക്കളോടും ഉപദേശിച്ചത് ഈ നമ്മുടെ പൈതൃകം പഠിക്കണം, പൈതൃകത്തിലേക്ക് പോകണമെന്നാണ്. ഇന്ന് ആ പൈതൃകത്തിന് ഏറ്റവും അധികം മൂല്യം സിദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ധാരാളം സന്യാസിമാരുണ്ട്. അവർക്ക് വലിയ ജോലിയൊന്നും ഇല്ലതാണ്. പലപ്പോഴും ആശ്രമത്തിലെ ചില കാര്യങ്ങളിൽ അവരിങ്ങനെ ദ്വൈതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിച്ചു കൂട്ടാണ്. അതിനു പകരം അവരേത് ആശ്രമത്തിലാണോ ഉള്ളത് ആ പ്രദേശത്തെ വീടുകളിലേക്കെല്ലാം ഇറങ്ങിച്ചെന്ന് അവരെയെല്ലാം വരാൻ താല്പര്യമുള്ള കുറേ പേരെ ഒരുമിച്ച് ചേർത്ത് ഇവർക്ക് ലഭ്യമായ സമയത്തിനുള്ളിൽ പഠിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം പഠിച്ച് അവര് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു എന്ന് വിചാരിക്കാം. ഇടതുപക്ഷം യുക്തിവാദികളും മറ്റ് മതക്കാരും ഈ സംസ്കാരത്തോടും ഹിന്ദു ധർമ്മത്തോടും യോജിപ്പില്ലാത്ത മതക്കാരുമെല്ലാമുള്ള കേരളത്തില് ഈ പൈതൃകത്തിന് ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യത വിവരണാതീതമാണ്. ശരിക്കും ശബരിമലയിലേക്കും ഗുരുവായൂരിലേക്കും
പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കും എല്ലാം അത് സാധന പ്രോജക്റ്റിൻ്റെ, അങ്ങനെ ഏതോ ഒരു പ്രോജക്റ്റിൻ്റെ പേരാണ് ഇന്നലെ വായിച്ചത്. പ്രസാദം പ്രോജക്റ്റ്, സാധനയല്ല, പ്രസാദം പ്രോജക്റ്റിൽ നമ്മുടെ പഴയ ക്ഷേത്രങ്ങളും എല്ലാം ജനങ്ങൾക്ക് എല്ലാവർക്കും ഏത് സമയത്തും എത്താൻ പാകത്തിന് വികസിപ്പിക്കുന്നതിന് 99 കോടി രൂപ അനുവദിച്ചപ്പോൾ പണ്ടായിരുന്നെങ്കിൽ അത് ശക്തമായിട്ട് എതിർക്കുമായിരുന്നു. ഹിന്ദു വർഗീയതയാണ് വളർത്തുന്നത് എന്ന് പറഞ്ഞ് എതിർക്കുമായിരുന്ന ആ സംഭവങ്ങൾ അതൊന്നും നടക്കാതെ ഈ പ്രസാദം പ്രോജക്റ്റിൽ വളരെ ധന്യമായിട്ടുള്ള നമ്മുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ല രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പ്രാക്ടിക്കലായിട്ടുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും സ്വീകരിക്കുന്ന ഒരു കാഴ്ച. അതേപോലെ ദേശദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സക്കീർ നായിക് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് ദൈവത്തെ പോലെയായിരുന്നു, പ്രത്യേകിച്ച് യുവാക്കൾക്ക്. അയാൾ പറയുന്ന വേദത്തിൻ്റെ ദുർവ്യാഖ്യാനവും ഭവിഷ്യപുരാണത്തിൻ്റെ ദുർവ്യാഖ്യാനവും ചില ഉപനിഷത്തുക്കളുടെ വരികളെല്ലാം ഉപയോഗിച്ച് പറയുന്ന ദുർവ്യാഖ്യാനങ്ങളെല്ലാം ഈ പാവപ്പെട്ട മുസ്ലിം യുവാക്കൾ സത്യസന്ധമാണെന്ന് ധരിച്ച് കുറേ യുവാക്കൾ എന്നോട് പറയുകയുണ്ടായി, നിങ്ങൾക്ക് എന്തുകൊണ്ട് സക്കീർ നായിക്കിനെ വെല്ലുവിളിച്ചുകൂടാ, എതിർത്തുകൂടാ, മുഖാമുഖം ചർച്ച ചെയ്തുകൂടാ. ശരിക്കും ആ സക്കീർ നായിക്കിൻ്റെ അവസ്ഥ ഇപ്പോഴാ അറിയാൻ എല്ലാവർക്കും സാധിച്ചത്. എനിക്കല്ല, എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഒരുപക്ഷെ മുസ്ലിങ്ങൾക്ക് പോലും സാധിച്ചത് ഇപ്പോഴാ. അയാളുടെ 10 കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ 5 ദിവസമായിട്ട് റെയ്ഡ് നടക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞത് വിഷയത്തിൽ നിന്ന് മാറിപ്പോയതല്ല. അങ്ങനെ റെയ്ഡ് നടന്നപ്പോഴും ഇസ്ലാമിക കമ്മ്യൂണിറ്റി മുസ്ലിങ്ങൾ നെഗറ്റീവായിട്ട് പ്രതികരിച്ചില്ല. ഒരുപക്ഷെ യുവാക്കൾക്കൊക്കെ ഇത്രയും ഹരമായി തീർന്നിരിക്കുന്ന ഈ സക്കീർ നായിക്കിൻ്റെ 10 സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടക്കുമ്പോൾ വേണമെങ്കിൽ പ്രതികരിക്കാമായിരുന്നു. അവരുടേതായിട്ടുള്ള മതാധിഷ്ഠിതമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് പ്രതികരിക്കാമായിരുന്നു. എന്തേ പ്രതികരിച്ചില്ല? രാഷ്ട്രത്തിനും നമ്മുടെ നിലനിൽപ്പിനും എതിരെ പ്രവർത്തിക്കുന്നവരും പ്രസംഗിക്കുന്നവരും അവര് ചെയ്യുന്നത് എന്താണെന്ന് നമ്മുടെ മിലിറ്ററിയും ഇന്റലിജൻസ് വിഭാഗവും ഇൻകം ടാക്സ് വിഭാഗവും എല്ലാം ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അത് നല്ലതിന് വേണ്ടിയാണ് എന്നൊരു ബോധമുണ്ടായാൽ പിന്നെ സ്വാഭാവികമായിട്ടും കൂടെ നിന്നവർ പോലും മാറിക്കളയും. തെറ്റാണ് ചെയ്യുന്നത്, അത് നിലനിർത്താൻ അവകാശമില്ലാത്തതാണെന്ന് ബോധ്യം വന്നാൽ മാറിക്കളയും. ഇത്രയും ഞാൻ പറഞ്ഞത് കാര്യങ്ങളിൽ നിന്ന് കുറേ അകലത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി തന്നെയാണ്. എല്ലാ നന്മകളുമുള്ള ഭാരതത്തിലെ പൈതൃകത്തില് തിന്മകളും അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ അനുയോജ്യമല്ലാത്തതും അനാചാരങ്ങളും ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ദുർവിശ്വാസങ്ങളും അത് മുളച്ചു വരുമ്പോൾ തന്നെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള പഠനങ്ങൾ നടത്തി പ്രചരിപ്പിച്ചാൽ വളരെയേറെ പ്രയോജനപ്പെടും. ഇതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ മാസം ശരിക്ക് അക്കാഡമി ഫോർ ഹെറിറ്റേജ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ് എന്നൊരു വിങ് തുടങ്ങി. 16 ബ്രോഷർ മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞു. ആ അക്കാഡമിയുടെ പേരിൽ ഇനിയും കൊണ്ടുവരുന്നുണ്ട്. ഏത് മതത്തിലുള്ള വ്യക്തിക്കും ഏത് വീക്ഷണത്തിലുള്ള വ്യക്തിക്കും വിശ്വാസിക്കും അവിശ്വാസിക്കും നമ്മുടെ നാടിൻ്റെ പൈതൃകം ധന്യമായി ഒരു അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ ലഭിക്കുന്ന വിധത്തിൽ വിശകലനം ചെയ്ത് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ സാധിക്കുന്ന വിധത്തിൽ അക്കാഡമിക് ഫോർ ഹെറിറ്റേജ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ് AHRS എന്ന രീതിയിൽ തൃശ്ശൂരിൽ നമ്മുടെ കേന്ദ്രത്തിനകത്ത് തന്നെ തുടങ്ങിയ ഒരു വിങ്ങാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കണം. നമ്മുടെ പൈതൃകം ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ
ജനം ടി വിയിൽ കൊടുക്കുന്നത് അതേപോലെ ഒരു സന്ദേശമാണ് എല്ലാ വിഷയങ്ങളിലും കൊടുക്കാൻ സാധിക്കും. അടുത്ത കാലത്ത് മാതാ അമൃതാനന്ദമയുടെ ആശ്രമത്തിലേക്ക് കഴിഞ്ഞ ഞായറാഴ്ച പോയപ്പോൾ അമൃത ടി വിയിലെ മാനേജിംഗ് ഡയറക്ടറാണെന്ന് തോന്നുന്നു അടുത്ത് വന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, അമൃത ടി വിയിലും സാറിൻ്റെ പ്രഭാഷണം തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു സമയമുണ്ടെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ വരാം, പണ്ടത്തെ അത്രയും സമയമൊന്നും ഇപ്പം ഇല്ല എന്ന് മാത്രം അറിയിക്കേണ്ടായി, കൂടുതലൊന്നും അറിയിച്ചില്ല. ജസ്റ്റ് എല്ലായിടത്തും എല്ലാ തരം വ്യക്തികൾക്കും നമ്മുടെ പൈതൃകത്തിനോട് വളരെയധികം താല്പര്യം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ പഴയ ജനതയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്താൽ പോരാ, 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ജനതയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പഠിപ്പിക്കുന്നവരെ ഓർമ്മിപ്പിക്കുന്നു, കേൾക്കുന്നവരെയും കേൾപ്പിക്കുന്നവരെയും ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.